കാണിക്കുന്നത് അനിരുദ്ധ് ബോന്ദിത്തോട് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ ബിജു ഹസീനെ അറിയാം എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ ആകെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ് എനിക്ക് കണ്ടുപരിചയമൊന്നുമില്ല, ഞാൻ കേട്ടറിവ് മാത്രമുള്ളൂ, അത് വെച്ചിട്ടാണ് ഞാൻ ആളെക്കുറിച്ച് പറഞ്ഞതെന്ന് അവൾ അവനോട് നുണ പറയാണ്. അപ്പോൾ ത്രിലോചന് അനിരുദ്ധിനോട് പറയുന്നുണ്ട് നീ അവളെ അങ്ങനെ ചോദ്യം ചെയ്യാതെ അവൾ ചെയ്തതിൻ്റെതായിട്ട് നീ എന്തെങ്കിലും സമ്മാനം അവൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് ഞാൻ കൊടുക്കാൻ പോവുന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയിൽ പോയിട്ട് കുറച്ച് രസങ്ങളൊക്കെ എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ അവൾക്ക് അധികം സന്തോഷമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അനിരുദ്ധ് പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ബോന്ദിത്ത, നീ നല്ല കുട്ടിയായിട്ടല്ല എഴുതിയില്ല, അപ്പം അതിന് വക എൻ്റെ വക സമ്മാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ രസങ്ങൾ അവൾക്ക് കൊടുക്കുകയാണ്. പക്ഷെ അവൾക്കത് സന്തോഷമൊന്നുമില്ല അത് മേടിക്കുമ്പോൾ. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ബോന്ദിതക്ക് ആ രസങ്ങളൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അവളത് നേരെ കൊണ്ടുപോയിട്ട് ബട്ടൂക്കിന് കൊണ്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് നീയാണ് ഇതിൻ്റെ എല്ലാം ചെയ്തതൊക്കെ നീയല്ല, അപ്പം നിനക്കാണ് ഇതിൻ്റെ അധികാരം, നീയാണ് ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ രസങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട രസങ്ങൾ അവന് കൊടുക്കുന്നുണ്ട്. കാരണം അവൾക്ക് അത് യോഗ്യത ഇല്ല, അത് കഴിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവളിത് ബട്ടൂക്കിന് കൊടുക്കുന്നത് അനിരുദ്ധിൻ്റെ അച്ഛൻ കാണുന്നുണ്ടാവും. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ്റെ ഡൗട്ട് വരികയാണ് ഇവൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് അനിരുദ്ധിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ ത്രിലോചനെ കാണിക്കുന്നുണ്ട്. ത്രിലോചൻ ബോന്ദിത്തോട് പറയുകയാണ് നീ ഒരിക്കലും അനിരുദ്ധിനെ വിഷമിപ്പിക്കാൻ പാടില്ല, ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതൊക്കെ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ബോന്ദിത്തോട് ആൾ പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛൻ ബ്രിട്ടീഷുകാർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഫോണ് വിളിച്ച് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവർ ഈ ബിജുവാസിയുടെ കാര്യമാണ് പറയുന്നത്, ബിജുവാസിനെ സപ്പോർട്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത്, അല്ലാതെ അവിടുന്ന് പുറത്താക്കാനല്ല. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് വരുന്നുണ്ട്, അതിന് എതിരായിട്ട് അവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ത്രിലോചനും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ത്രിലോചന് ഇവൻ പറയുന്നത് ഒന്നും ഇഷ്ടമാവണില്ല, കാരണം ത്രിലോചനും നല്ല ഈശ്വര വിശ്വാസിയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ത്രിലോചൻ പറയാണ് ഇതെന്തായാലും ഇവനെന്തായാലും ഒരു ബിജുവാസിക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല, പിന്നെ ബോന്ദിത്തയുടെ അവന് പഠിപ്പിക്കുന്നില്ല അതെന്തായാലും നടക്കാനും പാടില്ല എന്ന് അവർ രണ്ടാളും കൂടിയിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ബോന്ദിത്തനെ കാണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ്, അവൾക്ക് ഉറക്കൊന്നും വരുന്നുണ്ട്, അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, അവൾ ആകെ വിഷമിച്ചിട്ട് കരയുന്നുണ്ട്. ഞാൻ എൻ്റെ പത്തിബാബുവിനെ ചതിച്ചില്ല, ഞാൻ നുണ പറഞ്ഞില്ലേ, ആളുടെ വിശ്വാസവഞ്ചന അവൾ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ചിരട്ടയെ ആ നൂലായിട്ട് കെട്ടിയിട്ടില്ല, ടെലിഫോൺ പോലെ അവൾ ഉപയോഗിക്കുന്ന ആ സംഭവം എടുത്തിട്ട് അവൾ പോകുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഒരു ചിരട്ട അവൻ്റെ ചെവിയുടെ അവിടേക്ക് വെച്ചിട്ട് ഒരെണ്ണം അവൾ ടെലിഫോൺ പോലെ അങ്ങനെ പറയുന്നുണ്ട് അതിൽ. എന്നിട്ട് അവനോട് എല്ലാ കാര്യങ്ങളും അവൾ പറയുകയാണ് ഞാൻ ചെയ്തതും എല്ലാ കാര്യങ്ങളും ബട്ടൂക്കിനെ കൊണ്ടാണ് അത് എഴുതിച്ചത് എന്നൊക്കെ അവൾ പറയുകയാണ് അവനോട്. പക്ഷെ അവൻ ഉറങ്ങണ കാരണം അവനിതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അവൾ കരയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് വിഷമിച്ചിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം അവൾ റൂമിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി പഠിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഒരക്ഷരം പോലും എഴുതാൻ പറ്റുന്നില്ല, അവളതുവരെ എഴുതി പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒരക്ഷരം പോലും എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ റവിയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ബോന്ദിത എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് അനിരുദ്ധ് വരുന്നുണ്ട്. ത്രിലോചൻ അവനൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവന് ബോന്ദിതനെ കുറിച്ച് നന്നായിട്ട് പൊക്കി പറയുന്നുണ്ട്, അവൾ നന്നായിട്ട് എഴുതുന്നുണ്ട് എന്നൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അവളിനെ. പിന്നെ അവളോട് പഠിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയാണ്. അപ്പോൾ അവൾ പറയാണ് എന്നാൽ ബട്ടൂക്കിനും കൂടി വിളിച്ചുകൂടെ, നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ പത്തിബാബു എന്ന് പറയുമ്പോൾ അനിരുദ്ധ് ബട്ടൂക്കിനോട് വരാൻ പറയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ രണ്ടാളിനെയും അനിരുദ്ധ് പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തുന്നുണ്ട്. അപ്പോൾ ബോന്ദിതയ്ക്കാണെങ്കിൽ എഴുതാൻ വേണ്ടി അറിയില്ലല്ലോ. അപ്പോൾ ബട്ടൂക്ക് എഴുതിയ ബുക്ക് ബോന്ദിത എടുത്ത് വെച്ചിട്ട് അനിരുദ്ധ് കാണാതെയാണ് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് അത് അനിരുദ്ധിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയുന്ന നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ബോന്ദിത എന്ന് പറയും. അപ്പോൾ പിന്നെ ബട്ടൂക്കിൻ്റെ ബുക്ക് അവൻ നോക്കുമ്പോൾ ബട്ടൂക്ക് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബട്ടൂക്കിന് നല്ല ചീത്തയും കേൾക്കുന്നുണ്ട്, അത് ശരിക്കും ബോന്ദിതയുടെ ബുക്കാണ്. എന്നിട്ട് അനിരുദ്ധ് ബട്ടൂക്കിനോട് പറയുന്നുണ്ട് നീ ബോന്ദിതനെ കണ്ട് പഠിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബോന്ദോട് സബാഷ് ബോന്ദിത എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് ഞാനിപ്പോൾ മിനീൻ്റെ അടുത്തേക്ക് പോവാണ്, നിങ്ങളിവിടെ ഇരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ രണ്ടാളിനെ അവിടെ ഇരുത്തിയിട്ട് അനിരുദ്ധ് മിനീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചൻ അവനെ ബാക്കിൽ നിന്ന് വിളിക്കുകയാണ് പോകുമ്പോൾ. എന്നിട്ട് അവനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നീ എന്തിനാപ്പോൾ അവളെ നോക്കാൻ പോകണം, നിൻ്റെ ഭാര്യനല്ലേ ആദ്യം നോക്കണേ, നീ അവളിനെ പഠിപ്പിച്ചു കൊടുക്കല്ലേ എന്ന്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നീ എന്തിനാ അങ്ങോട്ട് പോകണമെന്നൊക്കെ ത്രിലോചൻ ചോദിക്കുന്നുണ്ട്. പിന്നെ പറയാണ് ഈ ചെറിയ കുട്ടിക്ക് ഇത്ര ബുദ്ധി ഉണ്ട്, അവൾ നന്നായിട്ട് നീ ഇല്ലാണ്ട് അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവൾ നന്നായിട്ട് പഠിക്കുന്നില്ലേ, അപ്പോൾ ഇതൊക്കെ നീ ഇല്ലാണ്ട് അവൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വലിയ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുള്ള പെണ്ണിനെ എന്തുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ നോക്കിക്കൂടാ, അവളുടെ കാര്യങ്ങൾ നോക്കിക്കൂടാന്ന് അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് അവളും എൻ്റെ ഉത്തരവാദിത്വമാണ്, അവളെൻ്റെ ഫ്രണ്ടാണ്, അപ്പം ഞാൻ അവളുടെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധും ത്രിലോചനോടും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് മിനീനെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്.
എന്നിട്ട് ത്രിലോചൻ ബോന്തയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ എങ്ങനെ നിന്റെ അടുത്ത് പിടിച്ചു വെക്കേണ്ടതെന്നൊക്കെ നീ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബോന്തിത്തേനെ കൊണ്ട് എന്താ സൗദാമിനീനെ ഇങ്ങനെ മറ്റേ ഇതില്ലേ ബൈനോക്കുലർ വെച്ചിട്ട് നോക്കുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ ഇവർ രണ്ടാളും ഡാൻസ് കളിക്കാവും. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചൻ പറയുന്നുണ്ട്, കണ്ടില്ലേ അവർ കാട്ടിനെ കണ്ടില്ലേ, നീയാണ് ഇതൊക്കെ നിർത്തേണ്ടതെന്ന് പറയുമ്പോൾ ബോന്ത് പറയുന്നുണ്ട്, എന്തിനും നല്ല കാര്യമല്ലേ ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഇങ്ങനെ തർക്കുത്തരം അങ്ങനെ ഓരോന്നൊക്കെ ത്രിലോചനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ത്രിലോചന അവിടുന്ന് പോയതിന് ശേഷം ബോന്തിത്തെ ഒരു ചട്ടി എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെക്കുന്നുണ്ട് ഒരു വടിയുമേ. എന്നിട്ട് അത് ശരിക്കും ഒരു ആളിരിക്കണ പോലെ അവൾ ആക്കി വെക്കുകയാണ്. ഒരു സാരിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അവൾ ശരിക്കും അവിടെ ഇരിക്കണ പോലെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് അവൾ ജനല വഴി ചാടി പോകുന്നുണ്ട്. ബിജുവാസിയുടെ അടുത്തേക്ക് പോകാനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അനിരുദ്ധിനെ അവിടെ നിന്ന് നോക്കിയാൽ കാണണ്ടേ അവൾ അവിടെ ഇരിക്കണ പോലെ. അപ്പോൾ അതേപോലെയാണ് അതിനാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് അവിടെ. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നോക്കുമ്പോൾ ബോന്തിതനെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ബോന്തിത പോയ വഴി ആൾ നോക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിതയുടെ പിന്നാലെ തന്നെ ആളും പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ സൗരഭിനെ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൗരഭ് അവളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്, നീക്ക് എവിടുന്ന് ഇത്രമാത്രം പൈസ കിട്ടി, ആടുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഒക്കെ നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ്. ബിജുവാസിയുടെ കാര്യമൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ബോന്തിത ഓടി വരികയാണ്. അപ്പോൾ ബോന്ത ഓടി വരുമ്പോൾ എന്നിട്ട് അവൾ സൗരഭിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സൗരഭ് സമ്പൂർണ്ണയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സമ്പൂർണ്ണ ബോന്തോട് പറയാണ്, നീ കാരണം എൻ്റെ ജീവിതം ഇപ്പം നല്ല രീതിയിലാണ് പോകണത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബോന്ത അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ സൗരഭ് വന്നിട്ട് സമ്പൂർണ്ണ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവൾക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിൻ്റെ അച്ഛനാണ്. അനിരുദ്ധിൻ്റെ അച്ഛന് ബോന്തയുടെ പിന്നാലെ വന്നിട്ട് ലാസ്റ്റ് എത്തുക ബിജുവാസിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ബിജുവാസിയുടെ അടുത്തേക്ക് ബോന്ത എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവൾ ആറയിൽ ഇറങ്ങിയിട്ട് ഇരുന്നിട്ടുണ്ടാവും. ബിജുവാസി പറഞ്ഞ പോലൊക്കെ അവൾ ആറയിൽ ഇറങ്ങിയിട്ട് ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛന് ബോന്തേനെ അവിടെ കാണാനില്ലല്ലോ. അപ്പോൾ അവിടെ ആകെ തെരഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞു നോക്കുന്ന സമയത്താണ് അവൾക്ക് ത്രിലോചന ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ത്രിലോചന് അനിരുദ്ധിൻ്റെ അച്ഛനെ കണ്ടിട്ട് ആകെ ഞെട്ടുകയാണ്. എന്നിട്ട് ചിരിച്ചിട്ട് പറയുന്നത്, നീ ഇവിടെ വന്നില്ലേ, ഇതാണ് ദൈവത്തിൻ്റെ കഴിവ്, കണ്ടില്ലേ, എൻ്റെ കൃഷ്ണൻ്റെ കഴിവാണ്, നിൻ്റെ മോനെ ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല, നിനക്ക് വിദേശ മൈൻഡില്ലെന്ന് എന്നെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചന നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം ബിജുവാസിനെ കാണിക്കുന്നുണ്ട്. ബിജുവാസി ഇങ്ങനെ ഓരോന്നും ദൈവത്തോട് ഇങ്ങനെ പറയും, ദൈവത്തോടല്ല തന്നെ എങ്ങനെയെന്ന് പറയാണ്, ബോന്തേനെ ഇനി എന്തായാലും വിടാൻ പോണില്ല, ഇവളിനെ ഇനി ഞാൻ വേറൊരു ഗ്രാമത്തിലേക്കും കൊണ്ടുപോകും, ഇവൾ കാരണം എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ ഞാൻ ഇവളിനെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോകും എന്നെ ചെയ്യുമെന്ന് ആളിങ്ങനെ തന്നെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിതക്കാണെങ്കിൽ അടിയിൽ നിന്നിങ്ങനെ ഒരുപാട് നേരം നിന്നിട്ട് അവൾക്ക് വയ്യാതെ ആവാണ്. അവളിങ്ങനെ ഒരുപാട് അടിയിൽ നിന്നിട്ട് ഇങ്ങനെ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാവും. അപ്പോൾ ഈ ശബ്ദമാണ് അവർ പുറത്തുള്ള ഭക്തർ വിചാരിക്കുന്നത് കൃഷ്ണൻ്റെ ശബ്ദം എന്നൊക്കെ. അപ്പോൾ ബോന്തിതയ്ക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല. ബോന്തിതയാണെങ്കിൽ അവളുടെ വിചാരം അവൾ ശ്ലോകം ചൊല്ലില്ലേ, അപ്പോൾ അതൊക്കെ ഒരു ഭക്തിയുടെ ഭാഗമായിട്ടാണ് അവൾ കണ്ടേക്കുന്നത്. അവൾക്കറിയില്ല ഇതൊന്നും ഇവൻ്റെ ഛർദിയാന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ശബ്ദം അവളാണ് കൊടുക്കണമെന്നൊന്നും അവൾക്കറിയില്ല. അപ്പം ബോന്തിതയ്ക്ക് വയ്യാതാവുമ്പോൾ അയാൾ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ പുറത്തിറക്കുന്നത് ജനല വഴി അനിരുദ്ധിൻ്റെ അച്ഛൻ കാണാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ മനസ്സിലാവുകയാണ് ബോന്തിതയാണ് ഇയാൾക്ക് എല്ലാത്തിനും കൂട്ടി നിൽക്കണമെന്ന് മനസ്സിലാവുകയാണ്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് സൗദാമിനി ഇങ്ങനെ ഡാൻസ് കളിക്കാനോണ്ട് ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു സിന്ദൂരച്ചപ്പോടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് തട്ടി വീഴുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ അഭിനയിക്കുകയാണ്. അവളാവും അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഇത് ആരെവിടെ കൊടുന്ന് വെച്ച് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാൽ എല്ലാവർക്കും അറിയണതല്ല, അപ്പോൾ ഇതൊക്കെ എന്തിനാ എന്നെ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെവിടെ കൊടുന്ന് വെച്ചെന്നൊക്കെ അവൾ വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് പറയാണ്, ആരെ പറഞ്ഞ് നിൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സിന്ദൂരച്ചപ്പ് എടുത്ത് വരുമ്പോൾ അവൾ വിചാരിക്കും അവനിപ്പോൾ അവൾക്ക് അത് ഇട്ട് കൊടുക്കുന്ന. പക്ഷേ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരുത്തൻ നിൻ്റെ ജീവിതത്തേക്ക് വരും, നല്ല ഒരാൾ തന്നെ, നിനക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെ നിൻ്റെ ജീവിതത്തേക്ക് വരും, അപ്പോൾ നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൗദാമിനീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സന്തോഷിക്കുന്നതിന് പകരം അവൾ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൾക്ക് അനിരുദ്ധിനല്ല ഇഷ്ടം. അപ്പോൾ അനിരുദ്ധിനല്ല കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ആഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നെ അനിരുദ്ധ് ബോന്തിത പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയുടെ അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു ചട്ടിയുടെ മുകളിൽ സാരി ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സാരി നിലത്ത് വീണിട്ടുണ്ടാവും. അപ്പോൾ ചട്ടി മാത്രം കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധിന് എല്ലാ കാര്യവും മനസ്സിലാവുകയാണ്. അപ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് സൗദാമിനിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറിക്കൊണ്ടിരിക്കണേ അതേ സമയത്ത് തന്നെ ബോന്തിത വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വിൻഡോ വഴി ഉള്ളിലേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് സ്റ്റഡി റൂം തുറന്നിട്ട് നോക്കുമ്പോൾ ബോന്തിത അവിടെ ഉണ്ടാവും. എന്നിട്ട് കോപ്പിയൊക്കെ എടുത്തിട്ട് അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും
ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പം നല്ല ചീത്തവും പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഓടി വരുന്നൊക്കെ ഉണ്ട്. അപ്പം ത്രിലോചന അവിടെ ബ്രിജ്വാസിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ് നീ അത് എങ്ങോട്ടാ പോയാ, ബ്രിജ്വാസിയുടെ അടുത്തേക്ക് പോയാന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ ത്രിലോചന പറയുന്നുണ്ട് അവൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, അവൾ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് പഠിച്ചിരുന്നത്, വേണമെങ്കിൽ എല്ലാവരോടും ചോദിച്ചു നോക്കുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവൻ ചോദിച്ചു നോക്കുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ സത്യമൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത്. അപ്പോൾ അവളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളത് മനസ്സിൽ തന്നെ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ത്രിലോചന ഒരു ബുക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതൊരു വിദ്യയുടെ ബുക്കാണ്, നീ ഇത് ദൈവത്തിൻ്റെ ബുക്കായിട്ട് തന്നെ നീ കണക്കാക്കിയിട്ട് നീ ഇത് വെച്ച് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട് അതിനൊന്നും ആവശ്യമില്ല കാക്ക, ഇത് എന്തായാലും അവളുടെ ഭയങ്കര വിശ്വാസമാണ്, അവൾ എന്നെ ഞാൻ പറഞ്ഞ എന്തായാലും അനുസരിക്കാണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിശ്വാസത്തിൽ അനിരുദ്ധ് ഇങ്ങനെ പറയുന്നുണ്ട്. അവളുടെ ഭയങ്കര എന്താ പറയുക, അവൾ പറയുന്നത് അവൾ കറക്റ്റായിട്ട് ചെയ്യും, കറക്റ്റായിട്ട് അനുസരിക്കും എന്നുള്ള ഒരു മൈൻഡാണ് അനിരുദ്ധിന്. പിന്നെ സമ്പൂർണ്ണനെ സൗരഭിനും കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ പോന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചെന്നിട്ട് അനിരുദ്ധിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ചിരട്ട ഞാൻ പറഞ്ഞില്ല ആ ടെലിഫോൺ പോലത്തെ ആ സംഭവം അവൾ വീണ്ടും അവൻ്റെ ചെവിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവൾ ചെയ്ത കുറ്റവും ഒക്കെ അവനോട് എല്ലാം തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ ഉറങ്ങണ കാരണം ഒന്നും കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ ബ്രിജ്വാസി ആ ഹവേലിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന് നന്നായിട്ട് സന്തോഷം വരികയാണ്. കാരണം അത്രയും ത്രിലോചന അത്ര ആരാധിക്കുന്ന ആളല്ലേ ഈ ബിജ്വാസി എന്നൊക്കെ പറയുന്ന ആൾ. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ത്രിലോചന ആളിനെ നന്നായിട്ട് അവിടെ പിടിച്ചിരുത്തുന്നും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. എന്നിട്ട് ത്രിലോചന ബോന്ധനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെയാണ് ആ ബിജ്വാസി പെരുമാറുന്നത്. ബോന്തി തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെയാണ് ആൾ പെരുമാറുന്നത്. പിന്നെ അവിടുന്ന് ത്രിലോചന പോകുന്ന സമയത്ത് ബോന്ധനെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ട്. നീ ഇന്ന് തപസ് ചെയ്യാൻ വന്നിട്ടില്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ ജീവിതം പിന്നെയും ഇതാവും, പിന്നെ ആ കൊടുത്ത ആടുകളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായ നീ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ അനിരുദ്ധ് എണീക്കുന്നുണ്ട്. അപ്പോൾ ആ ചിരട്ട അവൻ്റെ ചെവിയുടെ അടുത്ത് കണ്ടിട്ട് അവൻ അങ്ങനെ പറയാണ് ബോന്തിത എന്നോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവൾ എന്താ ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചേക്കുന്നെന്ന് അവനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ബോന്തിത്തോട് ഈ ബിജ്വാസി വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതം എന്തായാലും പഴയ പോലെ ആവും എന്ന് പറഞ്ഞിട്ട് അവളെ പേടിപ്പിച്ചിട്ട് ആൾ അവിടുന്ന് പോവാണ്. പിന്നെ അനിരുദ്ധ് ബോന്തിത്തേനെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തേക്കണാണ് കാണിക്കുന്നത്. അവൻ പറയാണ് ഇന്ന് നിനക്ക് ഞാൻ എക്സാം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഓരോന്ന് എഴുതാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവളൊന്നും ആ ബുക്കിൽ എഴുതുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ പറയാണ് നീ ഇതെന്താ എഴുതാത്തത്, ഇതുവരെ പഠിച്ചു നോക്കുക നീ മറന്നുപോയെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയണം. അതേ സമയത്ത് തന്നെ സൗദാമിനിയുടെ അമ്മമ്മ സൗദാമിനിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ബോന്തിയോട് അവൻ 100 വട്ടം എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടാവും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. മാത്രമല്ല എല്ലാ ജനലും വാതിലും ഒക്കെ നല്ലപോലെ പൂട്ടിയിട്ടിട്ട് സുരക്ഷിതാക്കിയിട്ട് അവള് എങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവും അവൻ അങ്ങനെയൊക്കെ പൂട്ടിയിട്ടിട്ട് അവിടുന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ ബോന്തിത്താണെങ്കിൽ ഇനി എന്ത് ചെയ്യും ഞാനെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഇനി ബിജ്വാസിയുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതം നാശാവില്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുമ്പോഴാവും അനിരുദ്ധിൻ്റെ അച്ഛൻ വന്നിട്ട് ആ സ്റ്റഡി റൂമിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലൊരു മയിൽപ്പീലും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് തുറന്ന് കണ്ടിട്ട് ബോന്തിത്ത ഓടി വന്നിട്ട് ആ മയിൽപ്പീലി എടുത്തിട്ട് പറയുന്നുണ്ട് ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് തുറന്ന് തന്നത് എന്ന് പറഞ്ഞിട്ട് അത് ദൈവമാണ് ചെയ്തത് തന്നതെന്ന് അവൾ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അവൾ ഓടുന്നുണ്ട് ബിജ്വാസിയുടെ അടുത്തേക്ക്. അപ്പം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അനിരുദ്ധ് തിരിച്ച് വന്ന് നോക്കുമ്പോഴും വീണ്ടും ബോന്തിത്ത അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഒരു ചട്ടി അമർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സാരിയൊക്കെ വെച്ചിട്ടാവും അവൾ അവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ ഹാളിലേക്ക് വന്നിട്ട് അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്താ കാട്ടിപ്പോയത്, അവൾ ഇനി എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ നന്നായിട്ട് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് സൗദാമിനി കണ്ണ് കാണാണ്ട് അങ്ങനെ തപ്പിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് പറയണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വരുന്നുണ്ട്. ശരിക്കും അതൊരു അഭിനയമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ മുമ്പിലുണ്ട് മിനി, നീ എന്താ എന്നെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നെ തൊടാനേ പറ്റുന്നുള്ളൂ, എനിക്ക് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് മറ്റേ സൗദാമിനിയുടെ അച്ഛനും അമ്മൂമ്മൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുകയാണ് അവർ മറ്റേ ബിജ്വാസിയുടെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയപ്പോൾ ആളുടെ മരുന്ന് കുടിച്ചിട്ടാണ് അവൾക്ക് ഈ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബോന്തനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സൗദാമിനിയും അച്ഛനും അതായത് അനിരുദ്ധിൻ്റെ അച്ഛനൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയ പ്ലാൻ ആവും ഇത്. കാരണം അവർ മനസ്സിലാക്കിയിട്ടില്ല ബോന്തിത്ത ബിജ്വാസിയുടെ അടുത്തേക്ക് പോകുന്നതെന്നും പിന്നെ ആ ശ്ലോകങ്ങളൊക്കെ അവളാണ് ചൊല്ലണമെന്നും അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ ഇതൊക്കെ സൗദാമിനിയോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ബോന്തിത്തയ്ക്ക് ഒരുക്കിയ കേണിയാണ് ഇത് അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ അനിരുദ്ധാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് നിൽക്കാൻ നല്ല ദേഷ്യം വരുന്നുണ്ട് അവന്. ബിജുവാസിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പോൾ സൗദാമിനി പറയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ നീ വെറുതെ വിടരുത് അനിരുദ്ധ, നീ വെറുതെ വിടരുത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ പറയാണ് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നില്ല, അപ്പോൾ അതേപോലെ ആളുടെ കണ്ണീരും വരും, അപ്പോൾ ആളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അനിരുദ്ധ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ സൗദാമിനിക്ക് വാക്ക് കൊടുക്കുകയാണ്, അവളുടെ അവസ്ഥയ്ക്ക് കാരണമായവനെ വെറുതെ വിടില്ല എന്ന് അനിരുദ്ധ വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോന്തേനെ കാണിക്കുകയാണ്. ബോന്തിത്ത് അങ്ങനെ ശ്ലോകം ചൊല്ലിയിട്ട് അവൾക്ക് വയ്യാതാവുന്നുണ്ട്, ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ അവൾ വേഗം അവിടുന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, അതായത് ബിജുവാസി അവളുടെ പുറത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വെള്ളം കുടിച്ച് കഴിയുന്നില്ല. അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിജുവാസി പറയാണ്, നീ വേഗം കുടിക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ശ്ലോകം ചെല്ലാനുള്ളതാണ്, പുറത്തെ ആൾക്കാരൊക്കെ കാത്തിരിക്കുകയാണ് നിന്റെ ശ്ലോകം കേൾക്കാനെന്ന് അവളോട് പറയുമ്പോൾ അവൾ പറയാണ്, ഇപ്പൊ എന്റെ ശ്ലോകം കേൾക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ആൾക്കാർ നിൽക്കണെന്ന് പറഞ്ഞിട്ട് അവൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ബിജുവാസി അവളെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീയെ ഞാൻ പറഞ്ഞത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് അനിരുദ്ധ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആൾക്കാരോട് പറയുന്നുണ്ട്, ഇയാൾ വെറുതെ നിങ്ങളൊക്കെ വിഡ്ഢികളാക്കുകയാണെന്നൊക്കെ ആൾക്കാരോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ബിജുവാസി പേടിക്കുകയാണ്. എന്നിട്ട് ആൾ അവിടെ ഉള്ള സ്വർണ്ണങ്ങളും പണങ്ങളും ഒക്കെ എടുത്തിട്ട് ബോന്തിത്തേനെയും ഒരു എന്താ പറയാ ഒരു തുണി കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ആൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ആള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അനിരുദ്ധ് അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാ വിശ്വാസികൾക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആ അറ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ നീക്കി വെച്ചിട്ട് വിഗ്രഹമൊക്കെ നീക്കി വെച്ചിട്ട് അവർ അറ കാണുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങൾ ഇത്ര കാലം ആരാധിച്ചിരുന്ന ആളുടെ എല്ലാ തനി സ്വരൂപവും കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെല്ലാം അവിടെ പൊളിച്ച് നീക്കുകയാണ്. അപ്പൊ പിന്നെ അവര് ഓർഡറാണ് കാണിക്കുന്നത്. അതായത് ബിജുവാസി വെള്ളം ഒരു ഉന്തുവണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, കെട്ടിയിട്ടിട്ടൊക്കെ. പിന്നെ ഉന്തുവണ്ടി ഒരു കല്ലുമ തട്ടിയിട്ട് മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ ബോന്തിതൊക്കെ നിലത്ത് വീഴാണ്. ബോന്തിതേനാണെങ്കിൽ ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞിട്ടാവും ബ്രിജുവാസി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടേക്ക് അനിരുദ്ധ് ഓടി വരുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനെ കണ്ടിട്ട് ബ്രിജുവാസി നന്നായിട്ട് പേടിച്ചിട്ട് ആ പണമുള്ള ചാക്കൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ ബ്രിജുവാസി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ കണ്ണിൽ ബോന്തിതയാണ് പെടുന്നത്. അപ്പോൾ ബോന്തിത ആൾക്ക് മനസ്സിലായി ഇത് ബ്രിജുവാസിയുടെ സഹായിയാണ്, ബ്രിജുവാസിനെ സഹായിച്ചിരുന്ന ആളാണ് ഈ പുതപ്പിൻ്റെ ഉള്ളിലുള്ളതെന്ന് അനിരുദ്ധിന് മനസ്സിലാവാണ്. എന്നിട്ട് അനിരുദ്ധ് ആ പുതപ്പ് മാറ്റുമ്പോൾ ബോന്തിത്തേനെ കാണുമ്പോൾ അവൻ ആകെ ഞെട്ടുകയാണ്. അപ്പോൾ ബോന്തിത പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പത്തിബാബു, ആള് ഒരു എന്താ പറയുക വിഡ്ഢിയാണ്, ആൾക്കാരെ വിഡ്ഢികളാക്കാണ് ചെയ്തിരുന്നത്. പത്തിബാബുവിനെ അറിയോ? അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരാ ശബ്ദം കൊടുത്തിരുന്നതെന്ന് അറിയോ? ഞാനാണ് ആ കൃഷ്ണനൊക്കെ ശബ്ദം കൊടുത്തിരുന്നത്. ഭക്തരുടെ ചോദ്യത്തിനുള്ള മറുപടി എല്ലാം ഞാനാണ് കൊടുത്തിരുന്നതെന്ന് അവളെല്ലാ സത്യങ്ങളും അനിരുദ്ധിനോട് തുറന്നു പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അനിരുദ്ധാണെങ്കിൽ നല്ല ദിവസത്തിൽ നിൽക്കണത് അവളോട് ചോദിക്കുന്നത്, നീ എന്തിനാ അയാളെ സഹായിക്കാനൊക്കെ പോകുന്നത്? നീ എന്ത് കാരണം കൊണ്ടാണ് അയാളെ സഹായിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും ഉണ്ടെന്നില്ല. കാരണം സമ്പൂർണ്ണയുടെ ജീവിതം തകരില്ല. സമ്പൂർണ്ണ പറഞ്ഞിട്ടുണ്ട് അനിരുദ്ധിനോട് ഒന്നും പറയാൻ പാടില്ല എന്ന് സമ്പൂർണ്ണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബോന്തിത്ത് ഒന്നും ഉണ്ടെന്നില്ല. അവളുടെ ജീവിതം തകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് പറയാതിരിക്കുന്നത്. പിന്നെ അവരുടെ മുമ്പിൽ ഗ്രാമവാസികളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ ബ്രിജുവാസിനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അനിരുദ്ധ് ബോന്തിനെ കൊടുത്തിട്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇടുന്നത്, നിലത്തേക്ക് ഇടുകയാണ് അവളെ. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചൻ ഞെട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ഈ കാട്ടണമെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെല്ലാം തെരഞ്ഞു നടക്കണ ബ്രിജുവാസിയുടെ സഹായി ഇവളായിരുന്നു. ആ എന്താ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ഇവൾ തന്നെ തന്നിരുന്നു. അപ്പോൾ ഇവളാണ് സഹായി ബ്രിജുവാസിയുടെ എന്ന് പറഞ്ഞിട്ട് അവളിനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് അനിരുദ്ധ്. അപ്പോൾ എല്ലാ ഗ്രാമവാസികളും പറയാണ്, നിങ്ങളുടെ മരുമോളാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നില്ലേ, ഇവളുണ്ടല്ലോ ഞങ്ങളൊക്കെ വിഡ്ഢിയാക്കി, ഞങ്ങളുടെ സ്വർണ്ണം പണമൊക്കെ എത്ര പോയി എന്നൊക്കെ ആ ഗ്രാമവാസികൾ അവളിനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ ബോന്തിതൊക്കെ ഇങ്ങനെ നിന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ത്രിലോചനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ എല്ലാവരുടെ മുമ്പിലും അപമാനിക്കപ്പെട്ടില്ലേ ത്രിലോചൻ. അപ്പോൾ ആകെ തല താഴ്ത്തിയിട്ട് ത്രിലോചൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സമ്പൂർണ്ണ നിൽക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അങ്ങനെ എന്താ പറയാണ്, ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിനെ ആരും ചീത്ത പറയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും സൗരഭ് പറയാണ്, നീ അത് പറയാൻ പോവല്ലേ, ഇനിയിപ്പോൾ നീ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഞാനും നിന്നെയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഇവിടെ വേർപ്പെടും, നമ്മളുടെ എന്തായാലും ഒന്നാവാനൊന്നും സമ്മതിക്കില്ല, നമ്മൾക്ക് അടുപ്പം കാട്ടാനൊന്നും വീട്ടുകാർ സമ്മതിക്കില്ല, അപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കുക, അല്ലാതെ നിൻ്റെ അനിയത്തിയുടെ കാര്യമല്ല നീ ഇപ്പോൾ നോക്കേണ്ടതെന്ന് സൗരഭ് അവിടെ പറയുകയാണ്. അപ്പോൾ ബോന്തിതാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അവൾ ഇന്ന് കരയുന്നുണ്ട്, ത്രിലോചനും നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ പിന്നെയും ബോന്തേനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം കണ്ടാൽ അനിരുദ്ധിനെ ശരിക്കും നമ്മൾ വെറുക്കും. അമ്മാതിരി ഡയലോഗൊക്കെയാണ് അവൻ അടിക്കണത്. അപ്പോൾ ഗ്രാമവാസികളൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ത്രിലോചൻ ഓളിട്ടിട്ട് പറയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും നഷ്ടപരിഹാരം ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണവും ആഭരണങ്ങളൊക്കെ ത്രിലോചൻ തന്നെ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാമെന്ന് അവരോട് പറയാണ്. പിന്നെ
പിന്നെ സൗദാമിനിയുടെ അച്ഛൻ അവളിനെ ഇട്ട് വരുന്നുണ്ട് പുറത്തേക്ക്. എന്നിട്ട് പറയാണ്, ത്രിലോചൻ കണ്ടില്ലേ, നിങ്ങളുടെ മരുമകൾ കാരണം ഇപ്പം എൻ്റെ മോളുടെ ഗതി കണ്ടില്ല, അവൾക്ക് ഇപ്പോൾ കണ്ണ് കാണാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ കണ്ണിൻ്റെ കാഴ്ച ഇനി തിരിച്ച് കിട്ടുമോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ത്രിലോചനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് സൗദാമിനിയുടെ അച്ഛൻ. അപ്പം അനിരുദ്ധാണെങ്കിൽ മിനിയുടെ അടുത്ത് ഓടുന്നുണ്ട്. അതിനുശേഷം ത്രിലോചന് സൗദാമിനിയുടെ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, സൗദാമിനിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പോയിട്ട് എല്ലാവരുടെ മുമ്പിലും ആ ഗ്രാമവാസികളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തന്നെ ത്രിലോചൻ മാപ്പ് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ത്രിലോചൻ ഇങ്ങനൊന്നും തീരെ ഇഷ്ടമല്ല. എപ്പോഴും വലിയ ഉയർന്ന സ്ഥാനം ആൾക്ക് ആ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു മൈൻഡ് അല്ലായിരുന്നു ത്രിലോചൻ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ആളാകെ തകർന്നു പോവാണ്. എന്നിട്ട് സൗദാമിനിയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ത്രിലോചനെ കാണിക്കുന്നുണ്ട്. ത്രിലോചൻ ഇങ്ങനെ പനിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അനിരുദ്ധൊക്കെ വന്നിട്ട് ത്രിലോചനെ നോക്കുന്നുണ്ട്. പിന്നെ ബോധിത ദേവിയോട് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റഡി റൂമിൽ ആകെ ദേഷ്യപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബട്ടൂക്ക് വരുന്നുണ്ട്. എന്നിട്ട് ബട്ടൂക്ക് പറയാണ്, അവളുടെ കോപ്പി ബുക്കിലൊക്കെ എഴുതി കൊടുത്തത് ഞാനാണ്, എനിക്ക് അറിയണ്ടായിരുന്നില്ല അവൾ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ ബട്ടൂക്ക് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കേട്ടിട്ട് അവനാകെ നന്നായിട്ട് ദേഷ്യം വരികയാണ്. അതിനുശേഷം ബട്ടൂക്ക് അവിടുന്ന് പോവാണ്. പിന്നെ ബോധിത അവിടേക്ക് വരുന്നുണ്ട്. ആ ചിരട്ടായിട്ട് വരുന്നുണ്ട്, ടെലിഫോൺ പോലെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവന് ഒരു ചിരട്ട ഇട്ട് കൊടുക്കുകയാണ്, അവൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാൻ, ഞാൻ ബോധിതയുടെ അമ്മയാണ് സംസാരിക്കണമെന്ന് പറയുന്ന രീതിയിൽ അവൾ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ അനിരുദ്ധ അത് മുഴുവനാക്കാൻ സമ്മതിക്കുന്നില്ല. അനിരുദ്ധ പറയാണ്, ഞാൻ നിന്നെ എത്ര വിശ്വസിച്ചു ബോധിത, നീ എന്താ എന്നെ ചതിച്ചില്ല, എന്നെ വെറും വിഡ്ഢിയാക്കിയില്ലേ, നിന്നെ ഞാൻ വിശ്വസിച്ചു എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവളെ കയ്യിലത്തെ ആ ചിരട്ട മേടിച്ചിട്ട് അപ്പുറത്തേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് അവളോട് പിന്നെയും പറയാണ്, നീയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നുണ്ട്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല, എനിക്കിപ്പോൾ നിന്നെ കാണുന്നത് വെറുപ്പാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇനി ഇവിടെ നിൽക്കാൻ നിനക്കൊരു അധികാരമില്ല, ഈ ഹവേലിയിൽ നിൽക്കാൻ നിനക്ക് തീരെ അധികാരമില്ല, നീ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോക്കോ, നിൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ നീ തിരിച്ചു പോക്കോ, നീ ഇവിടുന്ന് പോവരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നീ ഇവിടുന്ന് പോകണമെന്ന് ഞാനാണ് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബോധിതൊക്കെ ആകെ സങ്കടം വന്നിട്ട് അവിടെ നിന്നിട്ട് കരയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.